അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. കോഴിക്കോടുള്ള ഒരു 6 വയസ്സുള്ള കുട്ടിയും 24-25 വയസ്സുള്ള യുവതിയും കാണാനില്ല എന്നൊരു വാർത്ത കണ്ടു. ഈ യുവതിയുടെ ഭർത്താവ് ഒരു മാസത്തെ ലീവിനാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം തിരിച്ച് ഗൾഫിലേക്ക് പോയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴേക്കുമാണ് ഭാര്യയും മക്കളും ഉള്ള ഒരു കാമുകൻ, മലപ്പുറം ജില്ലയിലുള്ള ഒരു കാമുകന്റെ കൂടെ ഈ യുവതി ഇറങ്ങിപ്പോയത്. കുഞ്ഞുമായിട്ട്, ഈ 6 വയസ്സുള്ള കുട്ടിയുമായിട്ട് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഇവരെ കാണാനില്ല എന്ന് കാണിച്ചിട്ടാണ് പോലീസിൽ പരാതി കൊടുത്തിരുന്നത്. ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്. ആ കുട്ടിയുമായിട്ടാണ് 24-25 വയസ്സുള്ള യുവതി, ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന് ഒരു മാസം തന്നോടൊപ്പം കഴിഞ്ഞ് പോയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇറങ്ങിപ്പോയി. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകളുടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ നോർമലൈസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. സ്വന്തം കുഞ്ഞിന് മുലയൂട്ടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പിണങ്ങിപ്പോയൊരു പെണ്ണ്, 26 വയസ്സുള്ള രഞ്ജിത എന്ന് പേരുള്ള ആലപ്പുഴയിലൊരു സ്ത്രീക്കെതിരെ ഇന്നലെ കേസെടുത്തൊരു വാർത്ത കണ്ടു. ഒരു ജന്മം കൊടുത്ത കുഞ്ഞിന് മുലയൂട്ടാൻ സൗകര്യമില്ല, കാരണം ഭർത്താവിനായിട്ട് പിണങ്ങിയിട്ടോ ആയിരിക്കുമല്ലോ ഇത് ചെയ്യാം. അതോടൊപ്പം തന്നെ തന്നെ കാണാൻ വന്ന ഭർത്താവിനെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് കൊന്നു കളഞ്ഞത്, അതും ഇന്നലെ ആലപ്പുഴയിൽ നിന്നാണ്. ആ ഭാര്യ ആരതി അടക്കം ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ വെച്ച് സ്വന്തം ഭർത്താവിനോട് താല്പര്യമില്ലാതെ ബിസിനസ്സിൽ ചേരുക, എന്നിട്ട് ഭർത്താവിനെ കാമുകനെ കൊണ്ട് തല്ലിക്കുക, നോക്കി നിൽക്കുന്ന ഭാര്യ അനില. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇങ്ങനെ സ്ത്രീകളുടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലം. നമ്മൾ ഇതൊക്കെ സ്ത്രീകളല്ലേ, അബലകളല്ലേ എന്നൊരു വിചാരത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവരെ ഓരോരുത്തരെടുത്തിട്ട് കുറ്റകൃത്യങ്ങൾ ആ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ പറയേണ്ടതുണ്ട്. നമ്മൾ ആദ്യം കോഴിക്കോടുള്ള ഈ മാവൂരിലുള്ള ഈ 24 വയസ്സുള്ള യുവതിയുടെ, ഞാൻ ആ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഭർത്താവ് വന്ന് ഗൾഫിൽ നിന്ന് വന്ന് ഒരു മാസം കൂടെ നിന്നു. എന്നിട്ട് പോയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇവരങ്ങനെ മറ്റൊരാളെ അവിടെ ഉള്ള മലപ്പുറത്തുള്ള ഒരു കാമുകന്റെ കൂടെ ഇറങ്ങിയങ്ങോട്ട് പോയി. എന്നിട്ട് വാപ്പാക്കൊരു ഫോൺ കോൾ വരികയാണ്, നിങ്ങൾ പേടിക്കേണ്ട, മോൾ എൻ്റെ കൂടെയുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരുണ്ടോ കൊടൈക്കനാലുണ്ടോ പോലീസ് പരിശോധനയിലാണ്. അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അയാൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കണം എന്താണ്, ഞാൻ 2ാമത് കല്യാണം കഴിച്ചതാണെന്നാണ്. ഒരു മനസാക്ഷി കുത്ത് പോലും ഇല്ലാതെയാണ് ഈ ബന്ധങ്ങളിൽ നിന്ന് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്ത് പോകാലോ. മറ്റൊരു സംഭവം എന്നെ ഷോക്കായത്, ആലപ്പുഴയിലുള്ള ഒരു യുവാവ്, വിഷ്ണു എന്നാണ് അവൻ്റെ പേര്. ഈ വിഷ്ണു കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുമായിട്ട് കുറച്ചു കാലമായിട്ട് 1.5 വർഷമായിട്ട് ഭാര്യയോട് പിണക്കത്തിലാണ്. അങ്ങനെ കോടതിയിലെത്തി, സ്റ്റേഷനിലെത്തി. ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു, അവധി ദിവസങ്ങളൊക്കെ കുഞ്ഞ് ഭർത്താവായ വിഷ്ണുവിന്റെ കൂടെ നിൽക്കട്ടെ, ബാക്കിയുള്ള ദിവസം ഭാര്യ ആരതിയോടൊപ്പം നിൽക്കട്ടെ. അങ്ങനെ കേസിനൊക്കെ ഒരു ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അങ്ങനെ അവധി ദിവസം ഈ വിഷ്ണു കുഞ്ഞിനെ കൊണ്ടുപോകും. അങ്ങനെ കൊടുന്നാക്കാൻ വേണ്ടിയിട്ട് ഭാര്യ വീട്ടിലേക്ക് വന്നതാണ്. വിഷ്ണു വന്നതാണ് ഭാര്യ വീട്ടിലേക്ക്. കായംകുളത്താണ് ഈ വിഷ്ണുവിന്റെ വീട്. ഭാര്യയുടെ വീട് ആലപ്പുഴയിലാണ്. അങ്ങനെ ഈ ഭാര്യയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ചില ബന്ധുക്കളുണ്ട്, അവരോട് വാക്ക് തർക്കായി. ഈ ഭാര്യ ആരതി എന്ന 24-25 വയസ്സുള്ളവർക്ക് എല്ലാവരും കൂടിയുള്ള തല കടിച്ചടിച്ചടിച്ചിട്ട് അയാളെ അങ്ങോട്ട് കൊന്നുകളഞ്ഞു. ഒരു മനുഷ്യനോട് ചെയ്യുന്ന കാര്യം, ആ കുട്ടിയുടെ പിതാവല്ലേ അത്? ഒന്നുമില്ലെങ്കിൽ അവൾ മാത്രം വിചാരിച്ചത് കൊണ്ട് ഒരു കുഞ്ഞുണ്ടാവോ? അവൾ ഇഷ്ടപ്പെടുന്ന കുഞ്ഞിൻ്റെയും കൂടി പിതാവല്ലേ അത്? ഈ ഒരു ചിന്ത അതവിടെ നഷ്ടപ്പെട്ടു. പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്ന രീതിയിലേക്ക് മാറി ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾ അബലകളാണ്. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളിതിനെ സ്ത്രീവിരുദ്ധമായിട്ട് കാണണ്ട. നിങ്ങൾ ഓരോ കുറ്റകൃത്യങ്ങൾ പരിശോധിച്ച് നോക്ക്. നമ്മൾ അബലകളാണെന്ന് കരുതുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്ന് വരുന്ന കൊടും ക്രൂരതകൾ. ആ പാവം യുവാവിന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. ഭാര്യ വീട്ടുകാർ പറഞ്ഞത് അതൊരു ഹൃദ്രോഗിയാണ്, കുഴഞ്ഞു വീണ് മരിച്ചു. ഇത്ര നിസ്സാരമായിട്ട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് മനസ്സിലായി തലക്കേറ്റ മർദ്ദനം കാരണമാണ് ആൾ മരണപ്പെട്ടത്. ഇന്നിതാ ഈ ഭാര്യ ആരതി, അതോടൊപ്പം ബന്ധുക്കളായ പൊടിമോൻ, അങ്ങനെ ഒരു 4 പേരടക്കം അറസ്റ്റിലായി. നമ്മൾ അവരുടെ ഫോട്ടോകളും മറ്റും കാണിക്കണം. നമ്മൾ സാധാരണ ഇത്തരം കേസുകളൊന്നും പോലീസ് കാണിക്കുമായിരുന്നില്ല. പക്ഷേ കാലം മാറി. അവരുടെ ബന്ധുക്കൾ പോലും പറയുന്ന കാര്യങ്ങൾ നോക്കൂ. ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു 1.5 കൊല്ലമായി നിയമപരമായിട്ട് ബന്ധം വേർപെട്ടിട്ടില്ല, പിണങ്ങി താമസിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ അവധി സമയങ്ങളിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്നലെ വന്നപ്പോഴത്തേക്കും ഇതുകൂട്ട് രാത്രി 9 മണിയായി കാണും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും കുഞ്ഞ് തിരിച്ച് പോകുന്നില്ല, അച്ഛൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അമ്മയുടെ വീട്ടിൽ നിൽക്കേണ്ട, അച്ഛൻ്റെ കൂടെ തന്നെ തിരികെ പോകണമെന്ന് കുഞ്ഞ് വാശി പിടിച്ചു. അതെ, കുഞ്ഞ് വാശി പിടിച്ചു. കുഞ്ഞ് പറഞ്ഞു നാളെ സ്കൂളിൽ പോകാൻ നേരത്തെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞു നാളെ സ്കൂളിൽ പോകണ്ടല്ലേ, ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അടിക്കുമെന്നുള്ള പേടിയിൽ കുഞ്ഞ് പറഞ്ഞു അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു, അച്ഛൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 1-2 പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതായത് ഒരുപാട് ചീത്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്ത പറഞ്ഞു. അതായത് സ്വാഭാവികമായിട്ടും ആർക്കാണേലും ഒരുപാട് ചീത്ത പറയുമ്പോഴത്തേക്കും ഒരു പ്രകോപനം ഉണ്ടാകുമല്ലോ.
വിഷ്ണുവിൻ്റെ ഭാര്യ വിഷ്ണുവിനെ ഒരുപാട് ചീത്ത പറഞ്ഞു. അതെ അതെ, ഭാര്യ ചീത്ത പറഞ്ഞു ഒരുപാട്. അപ്പോൾ പ്രകോപനം ഉണ്ടാകുമല്ലോ. സാധാരണ കണ്ടു കഴിഞ്ഞാൽ അവരും തിരിച്ച് പ്രകോപിപ്പിക്കാനായിട്ട് നോക്കി. അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് നിലവിളിച്ച് അവരുടെ ബന്ധുക്കൾ, അതായത് കൊച്ചിച്ചന്മാർ എല്ലാവരും അവിടെ വരുന്നത്. ഭാര്യയുടെ കൊച്ചന്മാർ. അതെ അതെ, ഭാര്യയുടെ കൊച്ചിച്ചന്മാരവിടെ വരുന്നത്. ഇതിത്രയും വന്ന് അവിടെ ഭയങ്കര ബഹളമാകുന്നു. അപ്പം നമ്മളിതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗമൊക്കെ നിൽക്കുകയാണ്. ഇതിപ്പോൾ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മളത് മിണ്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കാര്യമായി എടുത്തില്ല. അപ്പോൾ അവിടെ കുറേ ഒരു ആൾക്കൂട്ടം പിന്നെ അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ പറയുന്നു, അണ്ണാ അവിടെ കമ്പി ഓടി പൊങ്ങുന്നു, എല്ലാവരും കൂടെ അവനെ അടിച്ച് കൊല്ലുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഓടി വരുന്നത്. ഞാൻ ഓടി വരുമ്പോഴത്തേക്കും അവനെ, അതായത് അവനവിടെ കിടന്ന് ഇടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടി കൊണ്ടുകൊണ്ടിരുന്നത് ഞാൻ ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് കൂട്ടത്തോടെ മർദ്ദിക്കുക. അതെ അതെ, 2-3 പേരുണ്ടായിരുന്നു ഇടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പിടിച്ച് മാറ്റാൻ വന്ന എന്നെ ഇടിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു കാർഡ് അവിടെ വീണു. അവിടെ ഞാൻ എഴുന്നേറ്റ് രണ്ടാമത് വന്നിട്ടും പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും നടക്കുന്നില്ല. അപ്പോൾ വേറൊരു സുഹൃത്താണ് വന്ന് വിഷ്ണുവിനെ പിടിച്ച് കുറച്ച് ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുകയും അവൻ കുഴഞ്ഞങ്ങോട്ട്, അതായത് പെട്ടെന്ന് മറിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോഴത്തേക്ക് വിഷ്ണു അതുപോലെ അടി കൊണ്ട് അവശനായിരുന്നു. തീർച്ചയായിട്ടും അടി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കിട്ടി. അടി കൊണ്ട് അവശനായി, അതായത് 2 സ്റ്റെപ്പ് നടക്കുക, ആൾ മറിഞ്ഞ് വീഴുകയും കിട്ടും. ഞാൻ പിന്നെ വന്ന് ആരും വന്നില്ല. അപ്പോൾ ആ ചെറുക്കനുമായിട്ട് പൊക്കി 2 പേര് കൂടെ വന്നു. അപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നു എൻ്റെ, അവൻ വന്നു പൊക്കി വീട്ടിൽ കൊണ്ട് നിർത്തി. അപ്പോഴത്തേക്കും മൂത്രം പോയി. അങ്ങനെ മൂത്രം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ശ്രമിച്ചു, CPR കൊടുക്കാൻ ശ്രമിച്ചിട്ടും അത് ഫലപ്രദമായില്ല. അങ്ങനെ കാറ് കയറ്റി പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയായിരുന്നു ചെയ്തു. അവിടെ ചെന്നപ്പോഴത്തേക്കാണ്, അതായത് ഒരുപാട് പാടുകളൊക്കെ ഉണ്ട്. അതായത് യാത്രാ മധ്യേ മരണം സംഭവിച്ചെന്നാണ് ഡോക്ടർ പറഞ്ഞു. നമ്മൾ ഇതായത് ഒന്നും നോക്കിയാൽ അപ്പം തന്നെ ഫസ്റ്റ് മൂവ്മെൻറ്റ്, അടുത്ത മൂവ്മെൻറ്റ് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക ചെയ്തത്. അതിക്രൂരമായ മർദ്ദനമേറ്റല്ലേ? മർദ്ദനമേറ്റു. അതായത് നല്ല രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ആയുധങ്ങളെന്ന് വെച്ചാൽ കമ്പിവടി സഹിതം അവിടെ കിടപ്പുണ്ട്. അവിടെ സംഭവ സ്ഥലത്ത് ഇപ്പോഴും കമ്പിവടി കിടപ്പുണ്ട്. ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ് വിഷ്ണുവും ഭാര്യയും. ഇവർ മുമ്പ് പ്രണയിച്ച് തന്നെ വിവാഹം കഴിച്ചവരാണ്. അതായത് വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു, എന്നിട്ടും അവർ വിവാഹം കഴിച്ച് ജീവിച്ചവരാണ്. പിന്നെ ഒരു ചെറിയ ഇഷ്യൂസിൻ്റെ പുറത്താണ് അവർ മാറി താമസിക്കുന്നത്. ഈ വിവാഹത്തിന് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഭാര്യ വീട്ടിലേക്ക് മാറി താമസിക്കുകയും വിഷ്ണുവിൻ്റെ വീട്ടിലുമായിരുന്നു. അതെ അതെ, അതായത് ഭാര്യയുടെ വീട്ടിലും വിഷ്ണുവിൻ്റെ വീട്ടിലുമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുകയും ചെയ്തു. അതിന് മുമ്പ് കുഞ്ഞ് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞു കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു കൊടുത്തു. അമ്മയുടെ കൂട്ടത്തിൽ കുഞ്ഞിനെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ അമ്മ സ്കൂൾ മാറ്റി അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണ് പഠിക്കുന്നത്. ഇപ്പം അമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടി പഠിക്കുന്നു. അപ്പോൾ ഈ അവധി ദിവസങ്ങളിൽ വിഷ്ണു വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു, വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതായത് അവധി ദിവസങ്ങളിൽ വന്ന് കൊണ്ടുപോയി അവർ ഔട്ടിങ്ങിലൊക്കെ കറങ്ങിയിട്ടൊക്കെ, അതായത് അവധി ഇല്ലാത്ത അനുസരിച്ച് സ്കൂളിൽ വിടാൻ നേരത്ത് കൊണ്ടുവിടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പതിവ് പോലെ ഇന്നലെയും തിരികെ കൊണ്ടാക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇങ്ങനെ അത് പഴയതുപോലെ ഇന്നലെ കൊണ്ടുവന്നു. 9 മണി, അതൊരു പുള്ളിയുടെ ഒരു സുഹൃത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒരു ലേറ്റായി, ഒരു 9 മണിയായി കാണും. അപ്പോഴാണ് വന്നത്. അപ്പോൾ കുഞ്ഞിനൊരു പേടി, അമ്മ അടിക്കുമോ എന്നുള്ള പേടി. അതുകൊണ്ടാണ് കുഞ്ഞ് തിരിച്ച് അച്ഛൻ്റെ കൂടെ പോയാൽ നാളെ രാവിലെ വരാം, സ്കൂളിൽ പോകാൻ വരാമെന്ന് പറഞ്ഞത്. വിഷ്ണുവിൻ്റെ അയൽവാസിയാണ് അവൻ. ഇവർ അമ്മയെ പ്രേമിച്ച് 10 വർഷമായിട്ട് പ്രേമിച്ച് കല്യാണം കഴിക്കുക. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴാണ് ഈ വഴക്ക് കാണുന്നത്. പിന്നെ ഇവരെ എല്ലാവരും കൂടെ അവനെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നതാണ് ഞാൻ കണ്ടത്. അവൻ വീഴുന്നേയും കല്ലിൻ്റെ അടുത്തായിട്ട് വീഴുന്നേയും ഞാൻ കണ്ടായിരുന്നു. കണ്ട് പിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നു. പിന്നെ മരിച്ചു എന്ന് മാത്രമാണ് അറിഞ്ഞത്. നല്ല രീതിയിൽ അവന് അടി കിട്ടിയിട്ടുണ്ട്. ഭാര്യയും ബന്ധുക്കളും ചേർന്നിട്ടാണ്. ഭാര്യയെ മർദ്ദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇവർ കൊച്ചിച്ചന്മാർ ആണ് ഞാൻ കണ്ടത്. അവർ 3 പേരും കൂടെ മർദ്ദിക്കുന്നതാണ് ഞാൻ കണ്ടത്. അല്ല, ഭാര്യ മർദ്ദിക്കുന്നതൊന്നും കണ്ടില്ല. അങ്ങനെ ഇടയ്ക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇവരങ്ങനെ വഴക്ക് ഇടയ്ക്ക് ഇങ്ങനെ സംസാരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്രയും വലിയ വഴക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നലത്തെ വഴക്ക് ചെറിയ രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിന്നതാ. പിന്നെ അതങ്ങ് വഴക്ക് വലുതായി പോയതാ. ചെറിയ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയതാണ്. അത് പിന്നെ വലിയ വഴക്കായതാണ്. ഇന്നലെ കുഞ്ഞിനെ ട്യൂഷന് വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ വൈകിട്ട് കൊണ്ടുവിടാൻ വന്നപ്പം കുഞ്ഞിന് തിരിച്ച് പപ്പയുടെ കൂടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞതാണ് പിന്നീട് സംസാര വിഷയമായത്. കുഞ്ഞൊട്ടും നിൽക്കാൻ താല്പര്യം കാണിച്ചില്ല. പപ്പയുടെ കൂടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് കരയുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ ബഹളം ആയത്.
മറ്റൊരു കേസിൽ രഞ്ജിത എന്ന് പേരുള്ള 26 വയസ്സുള്ള സ്ത്രീ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അതും ആലപ്പുഴയിൽ തന്നെയാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ചു, അങ്ങനെ ഒരു ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചു. ഒരു കുട്ടി മരണപ്പെട്ടു പോയി. രണ്ടാമത്തെ ഒരു കുട്ടിക്ക് ജന്മനാ ചില വൈകല്യങ്ങൾ, മുലപ്പാലല്ലാതെ മറ്റൊന്നും കുടിക്കാൻ കഴിയില്ല. ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു ഈ രഞ്ജിതയും ഈ കുഞ്ഞുമൊക്കെ താമസിച്ചിരുന്നത്. ഭർത്താവുമായിട്ടാണ് പിണങ്ങി. ഇവൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട്. ആ പാവം ഭർത്താവിൻ്റെ പിതാവും മാതാവും കുഞ്ഞിനെ എങ്ങനെ നോക്കാം? മുലപ്പാല് കിട്ടണ്ടേ, മുലപ്പാൽ തന്നെ കിട്ടണ്ടേ? പോലീസ് പറഞ്ഞിട്ടും ഈ സ്ത്രീ വന്നില്ല. സ്വന്തം കുഞ്ഞിനെ മുലയൂട്ട, കാരണം പ്രണയിച്ച് വന്ന് കിട്ടിയ സാധനല്ലേ. അവസാനം പോലീസ് കേസെടുത്തു അവർക്ക്. ഒരമ്മയുടെ ക്രൂരമായൊരു മുഖം. ഇതൊക്കെ നമ്മളിനി എത്ര കാലം മറച്ചു വെക്കും? നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അനില എന്ന് പേരുള്ള കൊല്ലത്തുള്ള സ്വന്തം ഈ ഭർത്താവിൻ്റെ കൈകൊണ്ട് എന്താ പറയുക അഗ്നിക്കിരയായ കൊല്ലപ്പെട്ട അനില, അവർ കാമുകനുമായി ചേർന്ന ഒരു നിള എന്നു പേരുള്ള ഒരു ബേക്കറി കടയൊക്കെ തുടങ്ങിയിട്ട് അവിടെ സ്വന്തം നിലക്ക് അധ്വാനം നമ്മൾ കരുതുമ്പോൾ ഒരു സ്ത്രീയല്ലേ? അല്ല, അവരുടെ അമ്മ തന്നെ പറയുന്നു, പണം മാത്രമേ എൻ്റെ മോൾക്ക് വേണ്ടൂ, മരുമകനുമായിട്ട് ഒരു താല്പര്യവുമില്ല. സ്വന്തം അമ്മ തന്നെയാണ് ആ മകളെ തള്ളി പറയുന്നത്. ആ അമ്മ പറയുന്ന വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും ഇന്നത്തെ സ്ത്രീകൾ, പെൺകുട്ടികൾ ചിന്തിക്കുന്ന ചിന്ത എന്താണ്. അവർക്ക് ഭർത്താവ് വേണ്ട, മക്കൾ വേണ്ട, കാശ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക, കാശുണ്ടായാൽ മാത്രം മതി. ആ അമ്മ തന്നെ മകളെ തള്ളി പറയുന്നു. ഇവിടെ ഇത്രയും പ്രശ്നമായതാ കടയെടുത്തത്. ബേക്കറി തുടങ്ങിയ ഈ ബേക്കറി തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് 2 വർഷം പരിചയമുള്ള ഒരു കൂട്ടുകാരന്. അന്നേരം ഇവൻ ഇത് എടുത്തതിന് ശേഷം പപ്പരാനെന്ന് പറയുന്ന മരുമോന് ഇവ അങ്ങോട്ട് ചെല്ലുന്നൊന്നും ഇവനിക്ക് ഇഷ്ടമല്ല. ഒന്നി നിങ്ങൾ മക്കാടിന് പോകണം, പപ്പരാൻ്റെ എന്തെങ്കിലും ആട്ടോ എടുത്തേ പാചകമില്ലാത്തപ്പോ. ഒരു ദിവസം ഇവിടെ മക്കാടിനും വന്ന് ഈ ലോകത്തെല്ലാവർക്കും അറിയാം അവന്റെ സ്വഭാവം. എന്നിട്ട് ഈ കൊച്ചിനെന്ന് പറഞ്ഞാൽ പണം മതി, അതെന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കുക? എന്റെ മോക്ക് ഇത് എത്ര കഷ്ടപ്പെട്ടാലും പണം വേണം. മോളുടെ വാശിയുടെ പുറത്തായിരുന്നു. അന്നേരം ഞാനും പറഞ്ഞ് മോളെ അമ്മക്ക് ഒരു കാര്യം. അന്നേരം ഞാനും പറഞ്ഞു, അന്നേരം പപ്പരയും പറഞ്ഞു, എടി കൊട്ടിയത്ത് ഞാൻ കടയിട്ട് തരാം. സുനീയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഇവള് കൊട്ടിയത്തൊക്കെ തുണിക്കടയിലൊക്കെ ഇഷ്ടം പോലെ നിന്നിട്ടുണ്ട്. അന്നേരം അവരുടെ അടുത്ത് പറഞ്ഞ ഒരു കട എവിടെങ്കിലും ഒരു സൈഡിൽ കടയിട്ടൂടെ? കടയിട്ട് ഞാൻ പറയും, മോളെ ഇതിന്റെ ആവശ്യം എന്തോ, ഈ കടയിട്ടുകൊണ്ട് എന്തോ ഉണ്ട്, ഇവിടെ നിന്ന് ഈ കാറ്റിങ് നടത്തിയാൽ മതിയല്ല, സുഖമായിട്ട് എത്രയോ രക്ഷപ്പെടുന്നു. നമ്മളെല്ലാം ഉള്ള ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ നടക്കും. അപ്പൊ ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഇത്തരം കുറ്റവാളികൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന വിവേചനമില്ലാതെ കുറ്റവാളികളായിട്ട് കാണാൻ തയ്യാറാവണം. ഈ അമ്മ കാണിച്ചതുപോലെ ഇവരെ നമ്മൾ കയ്യൊഴിയാനും തള്ളിപ്പറയാനും നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ തോന്നും. പല പെൺകുട്ടികളും അങ്ങനെയാണ്. ഇന്റെ കാര്യം മാത്രം ഞാനങ്ങോട്ട് കരഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വിശ്വസിക്കുന്ന ഒരു കരുതലാണ്. ആ കാലം മാറി ഒരുപാട് കുറ്റവാളികൾ സ്ത്രീകളിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഞെട്ടലോടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്നത്തെ ഒരു ചോദ്യം, നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദു ജനവിഭാഗത്തിനെതിരെ ക്രൂരമായ മർദ്ദനങ്ങളും വലിയ പീഡനങ്ങളുമാണ് ഏൽക്കേണ്ടി വരുന്നത്. അവരുടെ ആത്മീയ ആചാര്യനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ അഭിഭാഷകൻ പോലും വരാൻ സമ്മതിക്കാത്ത സ്ഥിതിവിശേഷവുമാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളാണ് അവിടുത്തെ ഹിന്ദുക്കൾ. ഈ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും അവരെ ഇത്തരത്തിൽ പീഡിപ്പിക്കരുത് എന്നും കേരളത്തിലെ ഉന്നതനായ ഒരു മഹാപണ്ഡിതൻ പ്രസ്താവന ഇറക്കി. ഒരേ ഒരു പണ്ഡിതൻ മാത്രമാണ്, മതപണ്ഡിതൻ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്. ആരാണ് ആ കേരളത്തിലെ ഉന്നതനായ മതപണ്ഡിതൻ? വളരെ വലിയ പണ്ഡിതനാണ്, വലിയ സംഘാടകനാണ്, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. ഞാൻ 2 ഓപ്ഷൻ പറയാം, ഇതിലേതാണ് ശരി ഉത്തരമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. 1 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, 2 ഡോക്ടർ ബഹാഉദ്ദീൻ നദവി കൂരിയാണ്. ഏതാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.